ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചക്ക പായസം അല്ലെങ്കിൽ ചക്കപ്രഥമൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ചക്കപ്രഥമൻ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പഴുത്ത ചക്ക അത് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഒരു ഉരുളിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലൊരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നമ്മളിതൊന്ന് വരട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അധികം വരട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഇതിലെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടണവരേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ചക്ക മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാണ്ടാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചക്ക അരയണില്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വേണമെങ്കിൽ അരച്ചെടുക്കാം കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് അതൊക്കെ വറ്റി വരാനായിട്ട് സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് വെള്ളം ചേർക്കാണ്ട് അരച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം. അപ്പോൾ കുറേശ്ശെയൊക്കെ ചക്കയുടെ കഷ്ണങ്ങളൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചിലതൊക്കെ അധികം അരയാണ്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് കുഴപ്പമില്ല, നമുക്ക് പായസം കുടിക്കുമ്പോൾ ഒന്ന് കടിക്കാനായിട്ട് കിട്ടും. അപ്പം നന്നായിട്ട് ഇത് ഒന്ന് വലിഞ്ഞ് വരട്ടെ. ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വലിഞ്ഞ് വന്ന് ഒന്ന് ഡ്രൈ ആയി വരട്ടെ കേട്ടോ. പിന്നെ ഈ ചക്ക വരട്ടണ നേരത്ത് ഞാനൊരു 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ടാണ് വരട്ടിയെടുക്കുന്നത് കേട്ടോ. 1/2 ടീസ്പൂൺ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. ഈ സമയത്ത് ഞാനൊരു 1.25 കിലോ ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചക്കയൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ച് കൊടുക്കുകയാണ്, അരിച്ചൊഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ശർക്കര നന്നായിട്ട് ഇതിൽ ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇത് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ചട്ടുകൊക്കെ പിടിച്ച് ഇളക്കി കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാൻ ഈ ചക്കപ്പായസം ഇതിന് മുമ്പും വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അത് കാണാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ശർക്കര ചേർത്തിട്ടുള്ള പൊട്ടിത്തെറിയൊക്കെ നന്നായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പശുമ്പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ മാത്രമായിട്ടും ചെയ്യാം, അതല്ലെങ്കിൽ പശുമ്പാലിൽ മാത്രമായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഞാനിപ്പോൾ ചെയ്യണ പോലെയും ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ 2ാം പാൽ ഒഴിച്ച് നേരത്ത് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 2ാം പാൽ നന്നായിട്ട് വറ്റി വന്നപ്പോൾ ഞാൻ തേങ്ങയുടെ 1ാം പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1ാം പാൽ ചേർക്കണത് ഇതിൽ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പായസം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പായസത്തിൽ നമ്മൾ നേരടി ചേർക്കുമ്പോൾ അത് അവിടെ ഇവിടെയും കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇതേപോലെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഞാൻ പായസത്തിലേക്ക് വറുത്തിടാനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഒന്നായി വരുമ്പോൾ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പായസത്തിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.